ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർ റേസിംഗ് മത്സരമായിട്ടുള്ള ഫോർമുല 1 കാർ റേസിംഗിൽ ഉപയോഗിക്കുന്ന ടയറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടാകുക ഫോർമുല 1 കാറുകളിൽ തീരെ ട്രെഡ് ഇല്ലാത്ത ടയറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മൾ പറയാറില്ലേ ട്രെഡ് ഇല്ലാത്ത ടയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോഡിൽ നിന്ന് തെന്നി പോകും, നമ്മൾ വീഴുന്നൊക്കെ. എന്തുകൊണ്ടായിരിക്കും പിന്നെ ഫോർമുല 1 തീരെ ട്രെഡ് ഇല്ലാത്ത ടയറുകൾ ഉപയോഗിക്കുന്നത്? രണ്ട് തരത്തിലുള്ള ടയറുകളാണ് ഫോർമുല 1 റേസിംഗിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ടുള്ളത് നമ്മൾ കാണുന്ന ട്രെഡ് തീരെ ഇല്ലാത്ത സ്ലിക്ക് ടയേഴ്സ് എന്ന് പറയുന്ന ടയറുകളും, രണ്ടാമത്തേത് വെറ്റ് ടയേഴ്സുമാണ്. സ്ലിക്ക് ടയേഴ്സ് തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ. സോഫ്റ്റ് ടയർ എന്ന് പറഞ്ഞാൽ വാഹനത്തിന് ഏറ്റവും കൂടുതൽ വേഗത കൊടുക്കുന്നതും ട്രാക്കുമായിട്ട് നല്ല രീതിയിൽ പിടുത്തം ഉണ്ടാകുന്നതും സോഫ്റ്റ് ടയറാണ്. പക്ഷേ സോഫ്റ്റ് ടയറിന് ആയുസ് കുറവായിരിക്കും. മീഡിയം ആണെങ്കിൽ അതിന്റെ വേഗതയും അതേപോലെ ഘർഷണവും പിന്നെ ടയർ ലൈഫും ഒക്കെ എന്തായിരിക്കും, ഒരു മീഡിയം ലെവലിൽ നമുക്ക് കിട്ടും. ഹാർഡ് ആണെങ്കിൽ അതിൽ വേഗത ലേശം കുറവായിരിക്കും, എന്നാൽ ടയർ ലൈഫ് കുറച്ച് കൂടുതലായിരിക്കും. ഈ സോഫ്റ്റ് ടയറിൽ നിന്ന് ഹാർഡ് ടയറിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിന്റെ വേഗത കുറച്ച് കുറയെന്ന് പറഞ്ഞല്ലോ. കുറയെന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 340 മുതൽ 360 km/h വരെ പോകുന്ന ഈ F1 കാറിന്റെ വേഗത 3-4 മാത്രമാണ് കുറയുക. പക്ഷേ റേസിംഗ് അത് തോൽക്കാൻ വരെ ആ ഒരു വേഗതയുടെ ഡിഫറൻസ് കാരണമാകും. രണ്ടാമത്തെ ടയറായിട്ടുള്ള വെറ്റ് ടയർ, ഈ വെറ്റ് ടയർ നനഞ്ഞ സർഫേസിൽ നനഞ്ഞ ട്രാക്കിലൂടെയാണ് ഉപയോഗിക്കുന്നത്. വേഗത കുറവായിരിക്കും, എന്നാൽ നനഞ്ഞ സമയത്ത് ട്രാക്കിൽ ഗ്രിപ്പ് കൊടുക്കുക ഈ വെറ്റ് ടയേഴ്സ് ആണ്. അതിന് ട്രെഡ് ഉണ്ടാവും. ഓക്കെ, സ്ലിക്ക് ടയർ ആയാലും വെറ്റ് ടയർ ആയാലും ടയറിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലാപ്പാണ്. ഒരു ലാപ്പ് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 305 കിലോമീറ്ററോളം വരും. സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ടയറുകൾ എന്ന് പറയുമ്പോൾ അതിൽ 55% സിന്തറ്റിക് റബ്ബറും 45% എന്തുമായിരിക്കും, നാച്ചുറൽ റബ്ബറും ആയിരിക്കും. എന്നാൽ F1 ടയറുകൾ ഉണ്ടാക്കുന്നത് ഏകദേശം 90% കൂടുതലും സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചിട്ടാണ്. ശരിക്കും ഈ ഒരു ടയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളത് രഹസ്യമാണ്. ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താങ്ങാനും അതേപോലെ 4.6 വരെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആ ഒരു വേരിയേഷൻ താങ്ങാനും ശേഷിയുള്ള ഈ ടയർ ഉണ്ടാക്കുന്നത് ഇറ്റാലിയൻ നിർമ്മാതാക്കളായിട്ടുള്ള പിറല്ലി എന്ന് പറയുന്ന കമ്പനിയാണ്. F1 ടയറുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മറ്റുള്ളവരെ അറിയാതിരിക്കാനും അതിലെ കോമ്പൗണ്ട് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാനും വേണ്ടി ഓരോ ലാപ്പ് കഴിഞ്ഞ് ഉപയോഗശൂന്യമാകുന്ന ടയറുകൾ പിന്നീട് രഹസ്യമായി നശിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത്.